അങ്ങനെ അവസാനം നമ്മളെ എം എം മണി ആശാൻ നാവൊന്നു തുറന്നാൽ തെറിയല്ലാതൊന്നും പഠിച്ചിട്ടില്ല, തെറിയൊന്നുറച്ചാൽ നാട്ടുഭാഷ, നാട്യമില്ലാത്ത നാട്ടുഭാഷക്കാരൻ, ഒരു നാട്യവുമില്ല, 1 2 3 4 വെടിവെച്ച് കൊല്ലും ആളുകളെ, വെട്ടിക്കൊല്ലും, കുത്തിക്കൊല്ലും നക്കികളെ. നിങ്ങളൊക്കെ നമ്മുടെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ പെൻഷനും മാച്ച് നക്കിയിട്ട് വലിപ്പിച്ചില്ലേ, വോട്ട് തന്ന ചെറ്റകളെ, പരട്ടകളെ എന്നിങ്ങനെയൊക്കെ വിളിക്കും. കുറച്ച് കഴിയുമ്പോൾ പത്രക്കാർ പറയുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഒരു നാടൻ ഭാഷയാണ്. അങ്ങനെ നാട്ടുഭാഷയുടെ നാട്യമില്ലാത്ത നാട്യക്കാരൻ, നാട്യമില്ലാത്ത നാട്ടുഭാഷക്കാരൻ സീറ്റില്ല. ഉടുമ്പൻചോലയിൽ കെ ജയചന്ദ്രനാണ് സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ മണി ആശാൻ രാജേന്ദ്രൻ്റെ പാത പിന്തുടരുന്നു. മണി ആശാൻ ബി ജെ പിയിലേക്ക്. ബി ജെ പിയുടെ സമയം കൊള്ളാം. വൈക്കത്ത് അജിത്ത്, 2 പ്രാവശ്യം CPIയുടെ MLA ആയിരുന്ന അജിത്ത്, എങ്ങനെ ബി ജെ പി ഉണ്ടെന്ന് നോക്കാം, പുറത്ത് നിന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ അകത്ത് കയറി നോക്കാമെന്നും പറഞ്ഞ് ബി ജെ പിക്ക് അകത്ത് കയറിയിട്ടുണ്ട്. പത്രക്കാർ ചോദിച്ചു, എന്താ അജിത്തെ നിങ്ങൾ ബി ജെ പി? അത് പുറത്തു നിന്നാലല്ലേ അവർ സംഘപരിവാറും കൊലപാതകം എന്നൊക്കെ പറയും, നമ്മൾ അകത്തേറ് നോക്കിയില്ലല്ലോ, അതിന് അകത്തേറ് നോക്കാൻ വേണ്ടി ബി ജെ പി കയറി. അങ്ങനെ എം എം മണി 1 2 3 ഒക്കെ താഴെ വെച്ച് ബി ജെ പി കയറാനായിട്ടുള്ള ഉടുപ്പടിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ബി ജെ പി വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. പോകാനുള്ള, വരാനെന്ന് പറഞ്ഞാൽ നമ്മൾ ബി ജെ പി അല്ലല്ലോ, ബി ജെ പി പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോണ തർക്കം എം എം മണിയാണോ രാജേന്ദ്രനാണോ ബി ജെ പിയുടെ മൂന്നാറിലെയും ഇടുക്കിയിലെയും വലിയ നേതാവ് എന്നൊരു തർക്കമാണ് വരാൻ പോകുന്നത്. എന്തായാലും മണിയാശാനെ കിട്ടുമ്പോൾ ബി ജെ പി ഒരു കാര്യം ശ്രദ്ധിച്ചോണം, മണിയാശാൻ്റെ നാവ് പിടിച്ചോണം. അല്ലെങ്കിൽ മണിയാശാൻ അവിടെ ചെന്ന് നിന്നും ഈ ഇടുക്കി ഡാം തുറന്നതുപോലെ ഇരിക്കും, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടിയത് പോലെ ഇരിക്കും. പണ്ട് വൈദ്യുതി മന്ത്രിയായിരുന്നു, ഡക്കടാ പുള്ളിക്കാരൻ അടിച്ചു കളയും. ചിലപ്പോൾ പഴയ കൊലപാതകവും കുത്തിക്കൊന്നതൊക്കെ വിളിച്ചു പറയും, ആരെയൊക്കെ കൊന്നു എന്ന് പറയും. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും പാർട്ടികൾക്ക്. അതുകൊണ്ട് എന്തായാലും മണി ആശാൻ വിട്ടു പാർട്ടി മതിയാക്കുന്നു. ഒന്നുകിൽ അദ്ദേഹം മതിയാക്കും, അല്ലെങ്കിൽ ബി ജെ പിക്ക് പോകും. ഇതാണ് മണി ആശാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. എന്തായാലും മണി ആശാൻ്റെ യുഗം അവസാനിച്ചു. ഇനി മണി ആശാന് സർവതന്ത്ര സ്വതന്ത്രമായി തൻ്റെ നാവിനെ തുറന്നുവിടാം. ആരെയും എന്തും എപ്പോഴും എവിടെ വെച്ചും പറയാം. മണി ആശാന് ഇനി ലൈസൻസ് വേണ്ട.